നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. സഖാവ് പറഞ്ഞാൽ ലീഗിനെ പറ്റി പറഞ്ഞാണ് കേട്ടോ. അത് കേട്ട് നോക്കി, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഇതാട്ടോ ആള്. കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തിയോടും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയോടും സത്യം പറഞ്ഞാൽ ഒരുപാട് ബഹുമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്നലെ. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, എങ്കിലും ഒരു കാര്യം പറയട്ടെ, നല്ലത് ചെയ്താൽ ഏത് പാർട്ടിയാണെങ്കിലും അത് നല്ലത് തന്നെ പറയണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയ കമ്മ്യൂണിസം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത് ചുരൽമലയിലെ ജനങ്ങളെ വഞ്ചിച്ച ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെയും സാമൂഹിക പ്രവർത്തകരെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്നലെ മുസ്ലിം ലീഗ് അവരുടെ ഒന്നാം ഘട്ട ത്തിലുള്ള വീടിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് അവർ ഉദ്ഘാടനത്തിന് സുസജ്ജമായി നിൽക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, സർക്കാരിന്റെ പദ്ധതിയിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേൾക്കണം, അതാണ് ഉദ്ദേശം. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സർക്കാരിന്റെ ടൗൺഷിപ്പിന്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, സർക്കാരിന്റെ ഇത് വളരെ വലിയ ഒരു പദ്ധതിയാണ്. നമ്മൾ മുസ്ലിം ലീഗ് കൊടുക്കുന്ന വളരെ കുറച്ച് വീടുകളാണ്, അതിന്റെ പണിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. പക്ഷേ സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് ആ സമയത്ത് ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിലൊക്കെ കൂടെ നിന്ന് സർക്കാരാണ് അതൊക്കെ പരിഹരിച്ചു തന്നത്. നമ്മളോട് എല്ലാ രീതിയിലുള്ള സഹകരണവും സർക്കാർ ഈ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാരിന്റെ ടൗൺഷിപ്പിന് ഞങ്ങളും എല്ലാ തരത്തിലുള്ള സഹകരണവും പിന്തുണയും നൽകുകയാണ്. കാരണം ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്ന കാര്യത്തിന് നമ്മളെല്ലാവരും 100% മനസ്സുകൊണ്ട് പൂർണ്ണ പിന്തുണ കൊടുക്കണം. നമ്മളൊക്കെ അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ പക്വതയോടെ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞു വെക്കുകയാണ്. ഒരു ദുരന്തം വരുമ്പോഴല്ല രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ആ ഒരു പ്രസ്താവനയിൽ. ശരിക്കും പറഞ്ഞാല് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ആ വഴിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല മുസ്ലിം ലീഗ് എന്ന് പണ്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് വീണ്ടും ഒരിക്കൽ കൂടി ആ പ്രസ്ഥാനം തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും രാഷ്ട്രീയം ഏതെങ്കിലും ഒരു വ്യക്തിയെ നശിപ്പിക്കാനുള്ളതല്ല എന്നും ഏതെങ്കിലും ഒരു സംസ്കാരത്തെ നശിപ്പിക്കാനുള്ളതല്ല എന്നും മുസ്ലിം ലീഗ് പോലൊരു പാർട്ടി ഉയർത്തി കാട്ടുമ്പോൾ 100% ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണെങ്കിൽ കൂടെ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞതിലെ മാംസം കടിച്ചു തിന്നാൻ വേണ്ടി വേട്ടയാടുന്ന വേട്ടപ്പട്ടികളാണ് പലപ്പോഴും രാഷ്ട്രീയക്കാർ. ആ രാഷ്ട്രീയക്കാരുടെ പല മുഖങ്ങളും നമ്മൾ ഈ ദുരന്തത്തിന് ശേഷം കാണുകയും ചെയ്തു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിക്കും രാഷ്ട്രീയക്കാരെല്ലാം മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കണം. കാരണം എന്തെങ്കിലും ഒരു ദുരന്തം വരുമ്പോഴല്ല രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിനെ മുടക്കേണ്ടതെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി പറയുകയാണ്. എന്തായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിനും മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തകർക്കും മനസ്സിന്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. എങ്ങോട്ട് അടിപൊളിയല്ലേ? ഇതാണ് വീഡിയോ. എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യാം. വേറെ ഒന്നും സുഖമില്ല എല്ലാവർക്കും. ഓക്കെ.